ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ്. അപ്പോൾ ഞാൻ സാധാരണ പോലെയല്ല, ഒരു അംബ്രല ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കുന്നത്. വീട്ടിലുണ്ടാക്കുന്ന പാൽപ്പൊടി യൂസ് ചെയ്തിട്ടുള്ള ക്രീം ചീസ് കൊണ്ടാണ് ഫ്രോസ്റ്റിംഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓവണില്ലാതെ ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു ബൗളിൽ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 മുട്ട വെച്ചിട്ട് ചെയ്യുന്ന ഈ കേക്കിന് ഏകദേശം ഒരു 3/4 കിലോ വരെ തൂക്കം വരുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദയും പഞ്ചസാരയൊക്കെ സെയിം അളവിലാണ് ചേർക്കുന്നത്. പൊടിച്ചിട്ടുള്ള പഞ്ചസാര 1 കപ്പ്, അതേപോലെ തന്നെ മൈദയും 1 കപ്പ് തന്നെയാണ് എടുക്കേണ്ടത്. ഇത് നല്ല പോലെ ക്രീം പോലെ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇലക്ട്രിക് ബീറ്റർ ഇല്ലാത്തവർക്ക് വിസ്കി യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആയി കഴിയുമ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ശേഷം ഇതിലോട്ട് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾ ഓയിൽ ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ശേഷം ഒരു പാത്രത്തിലോട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ കൊക്കോ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എന്നിവ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഇതൊന്ന് അരിച്ചെടുത്ത ശേഷം ആ പൊടികൾ തമ്മിൽ നല്ല പോലെ മിക്സ് ചെയ്യണം. അതുമാത്രമല്ല, 1 ടീസ്പൂൺ കൊക്കോ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഒരുപാടാവുമ്പോൾ കറക്റ്റ് റെഡ് കിട്ടില്ല. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുക്കണം. ബട്ടർ മിൽക്ക് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഇളം ചൂടുള്ള പാല് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചായിട്ട് ഇട്ടുകൊടുത്തിട്ട് ഇതുപോലെ സെയിം ഡയറക്ഷനിൽ തിരിച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ കട്ട കുത്താതെ നല്ല വൃത്തിയായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ബട്ടർ മിൽക്ക് കൂടെ ചേർത്താൽ മതി. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇതിലേക്ക് റെഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജെൽ കളറാണ്. അപ്പോൾ ഞാൻ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഞാനിതിലോട്ട് റെഡ് ജെൽ കളർ 1 ടീസ്പൂൺ വരെ ആഡ് ചെയ്തപ്പോഴത്തേനും കറക്റ്റ് ആ ഒരു റെഡ് കളർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ബട്ടർ മിൽക്ക് ആഡ് ചെയ്യാം. ഇളം ചൂടുള്ള പാലിൽ വേണം കേട്ടോ വിനീഗർ ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ബട്ടർ മിൽക്കിൻ്റെ ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. ഇവിടെ ബാറ്ററി റെഡിയാണ്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടിന്നിലോട്ട് ഒഴിക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് 8 ഇഞ്ചിൻ്റെ ടിന്നാണ്. ശരിക്കും ഈ ബാറ്ററി 6 ഇഞ്ചിൻ്റെ ടിന്നിലോട്ട് പാകമായിട്ടുള്ളതാണ്. അപ്പം ഞാനിങ്ങനെ വലുതിൽ ഒഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 2 ലെയറായിട്ട് മുറിച്ചെടുക്കുകയാണ്. പിന്നെ അത്യാവശ്യം വലിപ്പം കിട്ടണം ആ ഒരു കുടയുടെ ഷേപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ 8ൻ്റെ എടുത്തിട്ടുള്ളത്. ഇതിലാണ് ഞാൻ സാധാരണ ഈ ബാറ്ററി ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാറ്. അങ്ങനെയാണെങ്കിൽ 3 ലെയറായിട്ട് കട്ട് ചെയ്യാനുള്ള ബാറ്ററി ഇതിലുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇഡ്ഡലി പാത്രത്തിലാണ് ഞാൻ വെക്കുന്നത്. ഇതൊരു 30 മിനിറ്റ് ബേക്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ലോ ഫ്ലെയിമിലാണ് ബേക്ക് ചെയ്യേണ്ടത്. 2 ലെയറാക്കി മുറിച്ചിട്ടുണ്ട്. 2 ലെയറായിട്ട് കട്ട് ചെയ്ത ശേഷം 2 കൂടി ഒന്നിച്ചിട്ട് വെക്കുക. അപ്പോൾ ഞാനിവിടെ ചെയ്തെടുക്കാൻ പോണത് ആ കൊടയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ്. ഞാൻ ഫസ്റ്റ് ഒരു 3/4 ഭാഗം താഴ്ത്തിയിട്ട് പകുതി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ കൊടയുടെ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റുക. ഇനിയിപ്പോൾ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ഷേപ്പ് കിട്ടിയില്ലേലും ഫ്രോസ്റ്റിംഗ് ചെയ്യുമ്പോൾ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതാണിത്. അതിലോട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം ചീസ് ആഡ് ചെയ്യാണ്. ഞാൻ ഈ ക്രീം ചീസ് പാൽപ്പൊടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണണമെന്നുള്ളവർക്ക് അങ്ങനെ കാണാവുന്നതാണ്. ക്രീം ചീസ് വാങ്ങിക്കുന്നവർ ഇതുപോലെ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ എടുക്കാം. പകുതി വിപ്പിംഗ് ക്രീമും പകുതി ക്രീം ചീസും എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താലും മതി. പതുക്കെ
രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. എനിക്ക് കൂടുതൽ ഇഷ്ടം വിപ്പിംഗ് ക്രീമിൻ്റെ ടേസ്റ്റാണ്. അപ്പം ഞാൻ കുറച്ച് മാത്രമേ ക്രീം ചീസ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേനും നല്ല കട്ടിയുള്ള ക്രീം ഇവിടെ റെഡിയായി കിട്ടും. ഇനി ഇവിടെ നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഫസ്റ്റ് ലെയർ ഞാനൊന്ന് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് വെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അത്യാവശ്യം നിങ്ങൾ ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. എന്ന് വെച്ച് ഒരുപാട് അങ്ങ് ഒഴിക്കാനും പാടില്ല. എന്തിലും അത്യാവശ്യം ഒഴിക്കേണ്ടതാണ്. ഇതിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് കൂടി ഇട്ട് കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ളതാട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ട് അധികം ഫ്രിഡ്ജിൽ വെച്ചിട്ടും കൂടിയില്ല. അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള ക്രീമാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ സ്പൂണും പാൽപ്പൊടിയും യൂസ് ചെയ്തിട്ടാണ് ക്രീം ചീസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് വെച്ചിട്ട് തന്നെയാണ് ഫ്രോസ്റ്റിങ്ങും റെഡിയാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആ വീഡിയോ നിങ്ങൾ കാണുക. അങ്ങനെ 2 ലെയറും ഞാൻ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കുകയാണ്. ഫസ്റ്റ് നിങ്ങൾ എല്ലായിടവും കൂടി വിപ്പിംഗ് ക്രീം ഒന്ന് കവർ ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് എല്ലായിടവും ഒന്ന് തേച്ച് പിടിപ്പിക്കുക. സൈഡും അതുപോലെ തന്നെ കൊടയുടെ എഡ്ജൊക്കെ നന്നായിട്ടൊന്ന് വിപ്പിംഗ് ക്രീം തേച്ച് പിടിപ്പിക്കുക. ശേഷം ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്നിങ്ങനെ കത്തി വളച്ചിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ആ ഒരു കൊടയുടെ ഷേപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ ഫ്രോസ്റ്റിങ് കുറച്ച് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഒന്നിങ്ങനെ ഇതുപോലെ വളച്ചെടുത്താൽ മതി കൊടയുടെ ആ ഒരു ഷേപ്പിൽ. ശേഷം ഞാൻ നേരത്തെ മുറിച്ച് മാറ്റിയിട്ടുള്ള ഭാഗത്ത് നിന്ന് കൊടയുടെ കാല് വെച്ച് കൊടുക്കുകയാണ് ഇതുപോലെ. അപ്പോൾ കേക്ക് നല്ലോണം റെഡിയായാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതുപോലെ കാലൊക്കെ മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് ഇതുപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ കൂടുതൽ, ഇനി കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് കണ്ടിട്ടെങ്കിലും കഴിക്കും. അല്ല, കേക്ക് കഴിക്കാത്ത മക്കളും ഉണ്ടാവില്ല, അത് വേറെ കാര്യം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് കാലൊക്കെ വെക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഉള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിന് മുകളിൽ ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിപ്പിംഗ് ക്രീം ഒരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തത്. അതിലോട്ടാണ് ഞാൻ ഒരു 1/4 കപ്പ് ക്രീം ചീസ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ 3/4 കപ്പിൽ നിന്നും കുറച്ച് വിപ്പിംഗ് ക്രീം മാറ്റി വെച്ചിട്ട് യെല്ലോ കളർ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഞാനിപ്പോൾ കൊടയുടെ കാലിന് ഫ്രോസ്റ്റിങ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നല്ലപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച ശേഷം ബാക്കിയുള്ള കുറച്ച് ക്രീമും കൂടെ നന്നായിട്ടൊന്ന് കട്ടിയിൽ മുകളിൽ തേച്ചെടുക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. നമ്മൾ ആദ്യം പതിഞ്ഞിട്ട് എല്ലായിടവും കൂടി കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒന്ന് നല്ലപോലെ പതിഞ്ഞിട്ട് എല്ലായിടവും കൂടി വിപ്പിംഗ് ക്രീം തേച്ചെടുക്കുക. എന്നിട്ടൊന്ന് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് വെക്കുമ്പോഴത്തേനും ആ ക്രീമെല്ലാം കട്ടിയായിട്ടിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ക്രീമും നന്നായിട്ട് തണുപ്പിച്ചിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ തിക്കായിട്ട് ചെയ്യുകയാണെങ്കിൽ വൃത്തിയായിട്ട് നമുക്ക് കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഞാൻ ഒന്നുകൂടെ ഷേപ്പ് നീറ്റായിട്ട് ചെയ്യുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നുമില്ല, എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞാൽ നമ്മൾ അത്ര വലിയ കേക്കൊന്നല്ലല്ലോ, ചെറിയൊരു കേക്കല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതുപോലെ ജസ്റ്റ് ഒരു ഡിസൈനൊക്കെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്, എങ്കിലുള്ളൂ ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. അതിനുശേഷം ഇതേ തിക്കിൽ തന്നെ ആ ഒരു യെല്ലോ ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കേക്കിൻ്റെ ബാക്കി കുറച്ചുള്ളത് ഞാൻ പൊടിച്ചിട്ട് കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ റെഡ് വെൽവെറ്റിൻ്റെ കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെയാണല്ലോ ചെയ്യുക, ആ പൊടി ഒന്ന് ഇട്ട് കൊടുക്കില്ലേ, അതുപോലെ ഞാനൊന്ന് പതുക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാതെ മാക്സിമം ആവാതെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗ്യാപ്പൊക്കെ നല്ലോണം ഫില്ല് ചെയ്തിട്ട് വൃത്തിയായിട്ട് ചെയ്യുക. ഇനി അഥവാ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു കത്തി എന്തെങ്കിലും വെച്ചിട്ട് ക്ലിയർ ചെയ്താൽ മതി. കേക്കിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കൂടി ഒന്ന് ഫിനിഷിംഗ് വർക്ക് കൂടെ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ലൈൻസ് ഇട്ടത് കാണുന്നില്ലേ നിങ്ങൾക്ക്, അതൊരു കേക്കിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെയും കൂടെ കുറച്ച് കേക്കിൻ്റെ പൊടി ഇട്ടിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്ത ശേഷം ആ ഒരു ലൈനിൻ്റെ 2 വശവും ഇതുപോലെ കുറച്ച് ഡോട്ടുകൾ ഇട്ട് കൊടുക്കുക, യെല്ലോ കളറ്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഷേപ്പ് കിട്ടും. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാലുമ്മ വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഇട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
എങ്ങനുണ്ട്? സൂപ്പറാ? ഏയ് ക്രീമോ ക്രീം ഒഴിച്ചു നോക്കാം. അടിപൊളിയാ? ഉമ്മച്ചി വീഡിയോ എടുത്തല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ് അടുത്ത റെസിപ്പി ആയിട്ട്. താങ്ക്